കൈരളിക്കാരനും ദേശാഭിമാനിക്കാരനും വി ഡി സതീശനും ജയപാടാനല്ല പോകുന്നത്. ഈ രണ്ടുപേരെന്നല്ല ഏത് മാധ്യമ പ്രവർത്തകനും ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് പോകുന്നത്. അതിൽ വി ഡി സതീശൻ പ്രകോപിതനാകുന്നുണ്ട്. പിണറായി വിജയൻ പ്രകോപിതനാകുന്ന അത്രയും വിസിബിൾ അല്ലെങ്കിലും അദ്ദേഹം അപ്സെറ്റ് ആവാറുണ്ട്, ഡിസ്റ്റർബ്ഡ് ആവും. അതെന്തിനാണ്? എന്ത് ചോദ്യവും വരട്ടെ, അതല്ലേ ഒരു പൊളിറ്റീഷ്യൻ്റെ ഉമ്മൻചാണ്ടി ഓർക്കാണ്. സീസൺഡ് പൊളിറ്റീഷ്യൻ ആകുമ്പോൾ അതെന്തിനാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്? അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നതും താൻ കൈരളിയല്ലേ, തൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞതും രണ്ടും ഒരുപോലെയാണ്. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള യാത്ര നടത്തുമ്പോൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഏത് ചാനലാണെന്ന് ചോദിക്കും, എന്നിട്ട് എനിക്ക് മനസ്സിലായി. ഇതും ആളെ കളിയാക്കുന്ന പരിപാടിയാണ്. ആളാരാണ് എന്താണെന്ന് പറയുന്നതിനേക്കാൾ ആ ചോദ്യം ഉത്തരം പറഞ്ഞ ശേഷം നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ ആദ്യമേ കളിയാക്കുക, അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള പത്രക്കാരുടെ കൂടെ ഒരു കോറസ് ആയിട്ട് നിന്ന് ചിരിക്കുക, ഇത് ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ട്രൂ സ്പിരിറ്റിനെതിരാണ്. അത് ഇടതുപക്ഷം ചെയ്താലും UDF ചെയ്താലും BJP ചെയ്താലും പ്രശ്നം തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരനോടാണ് മുമ്പ് 2 മാസം മുമ്പ് വളരെ ശക്തമായ അദ്ദേഹത്തിന് ഒരു സ്കാം വന്ന് അവസാനം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ല. എന്താ? പറയാൻ സൗകര്യമില്ല. എന്താ? അപ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം വാർത്താ സമ്മേളനം നടത്തുന്നവർ കൊണ്ടുവന്നാൽ പാലിച്ചാൽ വളരെ നല്ലതാണ്. ഇതില്ലേ ഈ മുമ്പ് പിണറായി വിജയൻ കേരള യാത്ര നടത്തിയല്ലോ, 2 കേരള യാത്ര നടത്തി. നവകേരള യാത്ര, അതിന് മുമ്പ് വേറെന്തൊരു കേരള യാത്ര. ആ സമയത്ത് ഞാനൊന്ന് കോഴിക്കോട് മാധ്യമത്തിൽ വർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ പത്രസമ്മേളനങ്ങൾ ഈ പറഞ്ഞ സംഭവം കോഴിക്കോട് എത്തുന്നത് വരെ ഇത് തന്നെയായിരുന്നു പരിപാടി. ഏതാ പത്രം എന്ന് ചോദിക്കുക, ചിരിക്കുക, ആ ഒരു പരിഹാസവും ഇതായിട്ട് ഇങ്ങനെ പോവുകയാണ് എല്ലാ ദിവസവും. പക്ഷെ അത് കോഴിക്കോട് കഴിഞ്ഞ് തിരൂരാണ്. പിന്നെ അടുത്ത ദിവസം തിരൂർ നിന്ന് കൊല്ലത്തുണ്ടായ അതേ സംഭവം അന്ന് തിരൂരുണ്ടായിട്ടുണ്ട്. അവിടെ പത്രക്കാരെല്ലാം ചേർന്നിട്ട് ശക്തമായി തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. കൈവിട്ടുപോയി സമ്പൂർണ്ണമായി എന്നിട്ട് അതിനുശേഷം തിരൂർ മുതൽ അങ്ങോട്ട് പിന്നെ ഈ പ്രശ്നമൊന്നും ഇല്ലാണ്ടായി. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ച് പത്രസമ്മേളനം, പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസും വി ഡി സതീശൻ്റെ ഇതിൽ ഹോസ്റ്റൽ ക്വസ്റ്റ്യൻ ചോദിച്ച് അവർ ചെയ്യുന്നു പറയുമ്പോഴും അപ്പുറത്ത് ജയ്ഹിന്ദ് TVയും വീക്ഷണം പത്രവും ചന്ദ്രിക പത്രമൊക്കെ ഉണ്ട്, അവർക്കും ലേഖകന്മാരുണ്ട്. ഏതെങ്കിലും നിലക്കുള്ള മീഡിയ മാനേജ്മെൻറ്റ് ടാക്ടിക് അവർക്കുണ്ടെങ്കിൽ അവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ.